അന്റാർട്ടിക്ക കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമിയും ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയുമാണ് സഹാറ മരുഭൂമി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഉത്തരഭാഗത്ത് യൂറോപ്പിനോളം വലിപ്പത്തിൽ 90 ലക്ഷം ചതുരശ്ര കിലോമീറ്ററുകളിലായാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിന്റെ കിഴക്ക് ചെങ്കടലും മെഡിറ്ററേനിയൻ തീരങ്ങളുമാണ്. പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തെക്ക് വശത്ത് സാഹേൽ എന്ന അർദ്ധ ഉഷ്ണമേഖലാ പുൽമേടുകൾ ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് സഹാറ മരുഭൂമിയെ വേർതിരിക്കുന്നു. സഹാറയുടെ ചരിത്രം ഏതാണ്ട് 3 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. സഹാറയിൽ കാണപ്പെടുന്ന ചില മണൽക്കുന്നുകൾക്ക് 180 മീറ്റർ വരെ ഉയരമുണ്ടാവാറുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ. ഇതിന്റെ തെക്കൻ അതിർത്തി പ്രദേശത്ത് ഒരു നാടെന്ന പോലെ സാവന്ന പ്രദേശമുണ്ട്. ഇതിനെ സാഹയിൽ എന്നാണ് വിളിക്കുന്നത്. സഹാറയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കല്ല് നിറഞ്ഞ ഹമാദ എന്ന സ്ഥലങ്ങളുമാണ്. എർഗ് എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശങ്ങളുമാണുള്ളത്. മണലാരണ്യങ്ങൾ എന്ന് വിളിക്കാവുന്ന മണൽ നിറഞ്ഞ പ്രദേശങ്ങൾ ചുരുക്കമാണ്. കഴിഞ്ഞ ഹിമയുഗത്തിനു ശേഷം ആയിരക്കണക്കിന് വർഷങ്ങളായി ആൾക്കാർ ഈ മരുഭൂമിയുടെ അതിരുകളിൽ താമസിക്കുന്നുണ്ട്. പണ്ടുകാലത്ത് സഹാറ മരുഭൂമിയിൽ ഇന്നത്തേക്കാൾ വളരെ കൂടുതൽ ജലാംശമുണ്ടായിരുന്നു. മുതലകളെ പോലെയുള്ള ജീവികളുടെ 30,000-ലധികം പെട്രോഗ്ലിഫുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ദക്ഷിണപൂർവ്വ അൾജീരിയയിലെ തസ്ലി നജൈർ എന്ന പ്രദേശത്താണ് ഇതിൽ പകുതിയിലേറെയും ലഭിച്ചിട്ടുള്ളത്. ധാരാളം ദിനോസറുകളുടെ ഫോസിലുകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സഹാറയിൽ നൈൽ നദീതടം, ചില മരുപ്പച്ചകൾ, ഒലീവുകൾ വളരുന്ന വടക്കുള്ള ഉയർന്ന പ്രദേശങ്ങൾ എന്നിവ ഒഴികെയുള്ള സ്ഥലങ്ങൾ ആധുനിക കാലത്ത് തീർത്തും വരണ്ടതായാണ് കണക്കാക്കപ്പെടുന്നത്. ഉദ്ദേശം BC 1600 മുതൽ ഈ പ്രദേശം വരണ്ട സ്ഥിതിയിൽ തന്നെയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ദിശയിൽ വ്യത്യാസമുണ്ടായതാണ് ഇവിടെ മഴ കുറയുവാനുള്ള കാരണം. ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഈ മരുഭൂമി ആയിരുന്നില്ല ഏകദേശം 4 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ്. ഇതിനുള്ള തെളിവ് നൽകുന്നത് ഗുഹാചിത്രങ്ങൾ വഴിയാണ്. മനുഷ്യർ, മാനുകൾ, ആനകൾ, ജിറാഫുകൾ എന്നിവയുടെയെല്ലാം ദൃശ്യങ്ങൾ ഈ ഗുഹാചിത്രങ്ങളിലുണ്ട്. ഒരു കാലത്ത് ഇവിടെ കാലി വളർത്തൽ ഉണ്ടായിരുന്നുവെന്നും ഈ ചിത്രങ്ങൾ തെളിവ് നൽകുന്നു. ഇന്ന് ഈ പ്രദേശത്ത് മഴ പെയ്യുന്ന തോത് വളരെ കുറവാണ്. അതിനാൽ തന്നെ കാലി വളർത്തൽ അസാധ്യവുമാണ്. എന്നാൽ 3000 BC-യിലൊന്നും ഇതായിരുന്നില്ല സ്ഥിതി. സഹാറയിൽ നിന്ന് കണ്ടെത്തിയ ഗുഹാചിത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്ന് നീന്തുന്ന 2 ആദിമ മനുഷ്യരുടേതാണ്. 1926-ലാണ് ഇത് കണ്ടെത്തപ്പെട്ടത്. സഹാറയിൽ ഒരു കാലത്ത് ആളുകൾ നീന്തിയിരുന്നുവെന്നും അതിന്റെ ചിത്രീകരണമാണിതെന്നും പ്രമുഖമായ ഒരു വാദം. എന്നാൽ ഇതിനെ എതിർക്കുന്നവരുമുണ്ട്. 15,000 മുതൽ 5,000 വർഷം മുൻപ് വരെയുള്ള കാലയളവിൽ ആഫ്രിക്കയിൽ വൻതോതിൽ മഴ ലഭിച്ചിരുന്നു. ഇത് കാരണം നിബിഡ വനങ്ങളും ശുദ്ധജല തടാകങ്ങളും ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു. എന്നാൽ ഈ നനവൂറിയ കാലം പിന്നീട് മാറുകയും മേഖല വറ്റിവരണ്ടതാവുകയും ചെയ്തു. കന്നുകാലി വളർത്തൽ ഇതോടെ സാധ്യമല്ലാതായി. അടുക്കളയും ചെമ്മരിയാടുകളെയും വളർത്തുന്ന കൃഷിരീതിയിലേക്ക് ഇവിടുത്തെ നാട്ടുകാർ കടക്കുകയും ചെയ്തു. ഇത് മനുഷ്യജീവിതത്തെ എല്ലാ രീതിയിലും ബാധിച്ചെന്ന് ഗവേഷകർ പറയുന്നു. ഭക്ഷണക്രമത്തിലും സാമൂഹിക വ്യവസ്ഥയിലുമൊക്കെ കാതലായ മാറ്റങ്ങൾ ഇതുമൂലമുണ്ടായി. വിശാലമായി പരന്നു കിടക്കുന്ന ഈ വരണ്ട മരുഭൂമിയുടെ ഉൾപ്രദേശങ്ങളിലൊന്നിൽ സ്ഥിതി ചെയ്യുന്ന ജലാശയമാണ് ഗ്വെൽറ്റ ഡി ആർച്ചി. ആഫ്രിക്കൻ രാജ്യമായ ചാഡിന്റെ വടക്കുകിഴക്കൻ മേഖലയിലാണ് ജലം സ്ഥിതി ചെയ്യുന്നത്. ഇതിനു ചുറ്റും പാറക്കെട്ടുകൾ മതിലുകൾ പോലെ ഉയർന്നു നിൽക്കുന്നു. സഹാറയിലെ ഗോത്രങ്ങൾ തങ്ങൾക്ക് വെള്ളം കുടിക്കുവാനും യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒട്ടകങ്ങൾക്ക് വെള്ളം നൽകുവാനും ഈ കുഴിയെ ആശ്രയിച്ചിരുന്നു. ഈ ജലാശയത്തിനുള്ളിൽ നൈൽ ക്രോക്കഡൈൽ വംശത്തിലുള്ള മുതലകളുണ്ട്. 15,000 മുതൽ 5,000 വർഷം മുൻപ് വരെയുള്ള കാലയളവിൽ ആഫ്രിക്കയിൽ വൻതോതിൽ മഴ ലഭിച്ചിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.